അഡ്വക്കേറ്റ് ബൽദേവ്, ഇതാണ് നമ്പർ 1 കേരളത്തിലെ പോലീസിംഗ് രീതി. പോലീസിന്റെ മോശം പെരുമാറ്റം ചൂണ്ടിക്കാണിച്ച ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിഭീകരമായി മർദ്ദിച്ച്, സംഘം ചേർന്ന് അതിഭീകരമായി മർദ്ദിച്ച് അയാളിൽ ചെയ്യാത്ത ഒരു കുറ്റം കെട്ടിവെച്ച് കേസുമെടുത്ത് പീഡിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസ്. എന്നിട്ട് ആ ഏമാന്മാർ ഇപ്പോഴും യോഗ്യരായി പോലീസ് സേനയിൽ തുടരുകയുമാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണ്? പോലീസിനെതിരെ നൽകുന്ന അധികാരത്തിൽ തന്നെ തുടങ്ങാം. KP ആക്ട് സെക്ഷൻ 29(2) അത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഫോഴ്സ് ഓർ ത്രെറ്റ്സ് ഓഫ് ഫോഴ്സ് ആർ ഓൺലി പെർമിസിബിൾ വെൻ നെസസറി ടു ക്യാരി ഔട്ട് എ ലാഫുൾ പർപ്പസ് ആൻഡ് നോട്ട് ഫോർ എനി അതർ റീസൺ. അതായത് പോലീസ് ബലം പ്രയോഗിക്കുകയോ എന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് നിയമപരമായ ഏതെങ്കിലും ഒരു കാര്യം ഇമ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ KP ആക്ടിലോ ഇന്ത്യയിലെ ഒരു നിയമത്തിലോ പോലീസിന് ആരെയും ഉപദ്രവിക്കാനുള്ള ഒരു അധികാരവും നൽകുന്നില്ല. അതിലുപരിയായിട്ട് സെക്ഷൻ 4 KP ആക്ടിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് KP ആക്ടിൽ പറയുന്നത്. എല്ലാ നിയമവും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ പോലീസുകാർ പലപ്പോഴും ചെയ്യുന്നത് ഈ നിയമങ്ങളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് നിരപരാധികളെ ഉപദ്രവിക്കുക. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 11 വർഷം കഴിയുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് പരമാവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയൂന്നി മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ പിയൂണ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ളവർ, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ അറിയാം. ഞാനത് മറച്ചു വെക്കുന്നില്ല. കാരണം കേരളത്തിൽ IAS ഓഫീസർമാർ തമ്മിൽ ഒരു വഴക്ക് നടക്കും, IPS ഓഫീസർമാർ തമ്മിൽ വഴക്ക് നടക്കുന്നു. അങ്ങനെ ബ്യൂറോക്രസി അങ്ങേയറ്റമായിട്ട് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ യാതൊരു കാര്യവും കൂടാതെ നിരപരാധിയായ ഒരു പയ്യനെ കൊണ്ട് ഉപദ്രവിച്ചതിനൊന്നും ഞങ്ങൾ ആരും അതിനെ ന്യായീകരിക്കൊന്നുമില്ല. അല്ല, ന്യായീകരിക്കാതിരിക്കുകയോ ഞങ്ങളുടെ വേദികളിൽ ഇത് 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 2023 ഏപ്രിൽ മാസം ഉണ്ടായ കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു, കേസുണ്ട്. ഇപ്പോഴും എന്തിനാണ് ഈ കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് കേൾക്കുന്നില്ലേ? പൗരസ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നു, മനുഷ്യാവകാശം പ്രസംഗിക്കുന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.